ഇനി മുഖ്യമന്ത്രിയെ കാണുന്ന SNDP യോഗം ജനറൽ സെക്രട്ടറി വെള്ളാപ്പള്ളി നടേശനെ അനുമോദിക്കുന്ന ചടങ്ങ് ആലപ്പുഴയിൽ നടക്കുകയാണ്. 30 വർഷം തുടർച്ചയായി SNDPയെ നയിക്കാനായ നേതൃപാടവമാണ് വെള്ളാപ്പള്ളിക്ക് എന്നതടക്കം അദ്ദേഹം വിശദീകരിക്കുന്നു. അനായാസമായി തന്നെ ശ്രീ വെള്ളാപ്പള്ളി നിർവഹിച്ചു പോകുന്നത് ഒന്നിനൊന്ന് മെച്ചപ്പെട്ട രീതിയിൽ കാര്യങ്ങൾ നിർവഹിക്കാൻ അദ്ദേഹം സന്നദ്ധനായിട്ടുണ്ട് എന്നതാണ് അദ്ദേഹത്തിൻ്റെ പ്രവർത്തന ചരിത്രം പരിശോധിച്ചാൽ കാണാൻ കഴിയുന്നത്. ഒരു സംഘടനയുടെ അമരക്കാരനായിരുന്ന ആ സംഘടനയ്ക്ക് ദൗർബല്യങ്ങൾ ഉണ്ടാകത്തക്ക രീതിയിലുള്ള ഇടപെടലുകളെല്ലാം നേരെ മറിച്ച് കൂടുതൽ വളർച്ചയിലേക്ക് സംഘടനയെ നയിക്കാനാണ് അദ്ദേഹം ശ്രമിച്ചിട്ടുള്ളത്. അതിന് പ്രത്യേക അഭിനന്ദനം ശ്രീ വെള്ളാപ്പള്ളി അർപ്പിക്കുന്നു. ശ്രീനാരായണ പ്രസ്ഥാനത്തിന്റെ ചരിത്രത്തിൽ സവിശേഷ സ്ഥാനമുള്ള നാടാണ് ചേർത്തല. ഇവിടെ ബഹുമാനായ അധ്യക്ഷൻ പ്രത്യേകമായി എടുത്തു പറയുകയുണ്ടായി, ഈ വിദ്യാലയം ശ്രീനാരായണ സ്മരണകൾ നിറഞ്ഞു നിൽക്കുന്ന ഒന്നാണ്. അതേപോലെ തന്നെ ഗുരുവിന്റെ പാദസ്പർശമേറ്റ പവിത്രമായ മണ്ണാണ് ഇവിടെ. ഇനി വിദ്യാലയങ്ങൾ സ്ഥാപിക്കാനാണ് പ്രാധാന്യം കൊടുക്കേണ്ടത് എന്ന് ശ്രീനാരായണ ഗുരു തന്നെ ഒരു ഘട്ടത്തിൽ തന്നെ സമീപിച്ചവരോട് പറഞ്ഞത് ചരിത്ര വസ്തുതയാണ്. ഇവിടെയുള്ളവര് സ്കൂളിന്റെ ആവശ്യമുയർത്തിയപ്പോൾ ഒരു ശങ്കയുമില്ലാതെ ഈ ഭൂമി ശ്രീനാരായണ ഗുരുവാണ് വിട്ടുകൊടുത്തത് എന്നത് നേരത്തെ ഇവിടെ ബഹുമാനായ അധ്യക്ഷൻ എടുത്തു പറയുകയുണ്ടായി. വിദ്യ അഭ്യസിക്കുന്നതിന് അതിൻ്റെ ആവശ്യകതയെക്കുറിച്ച് ഏറ്റവും അധികം നാടിനെ ഉണർത്തുമാറ് ബോധവൽക്കരണം നടത്തിയ ഗുരുവായിരുന്നു ശ്രീനാരായണ ഗുരു. യഥാർത്ഥത്തിൽ ഈ സ്ഥാപനം നിലനിൽക്കുന്ന കാലത്തോളം ശ്രീനാരായണ ഗുരുവിൻ്റെ സ്മരണയും വലിയ തോതിൽ ഉയർന്നു നിൽക്കുകയാണ്. ഈ വിദ്യാലയത്തിൻ്റെ പ്രത്യേകത, ഏത് വിദ്യാലയത്തിലും ഒരുപാട് പേര് ആ വിദ്യാലയത്തിലൂടെ കടന്നു വന്ന് സമൂഹത്തിൻ്റെ ഉയർന്ന സ്ഥാനങ്ങളിൽ ഇരിക്കാറുണ്ട്. പക്ഷേ ഒരുപാട് വിശിഷ്ട വ്യക്തിത്വങ്ങളെ സംഭാവന ചെയ്ത വിദ്യാലയമാണ്. വയലാർ രാമവർമ്മ, വയലാർ രവി, KR ഗൗരിയമ്മ, സുശീല ഗോപാലൻ, AK ആന്റണി, CK ചന്ദ്രപ്പൻ, അങ്ങനെ നീളുകയാണ്
ആ നിര. ഇത്തരത്തിൽ ചരിത്ര പ്രാധാന്യമുള്ള ഒരു വിദ്യാലയത്തിൽ വെച്ച് തന്നെ ഈ ആദരിക്കൽ ചടങ്ങ് നടക്കുന്നു എന്നത് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമാണ്. ഇവിടെ SNDP യോഗത്തിന്റെ അമരക്കാരനായി 3 ദശാബ്ദം ഇരിക്കുക എന്ന് പറയുമ്പോൾ കുമാരനാശാൻ പോലും 16 വർഷമേ ഈ സ്ഥാനത്ത് തുറന്നിരുന്നു എന്നത് നാം ഓർക്കേണ്ടതാണ്. സന്ദേശങ്ങളെ പ്രായോഗിക പ്രവർത്തനങ്ങളുമായി സമഞ്ജസമായി സമന്വയിപ്പിച്ചുകൊണ്ട് വെള്ളാപ്പള്ളിക്ക് ഈ 3 പതിറ്റാണ്ട് കാലം ഈ സംഘടനയ്ക്ക് നേതൃത്വം കൊടുത്ത് പ്രവർത്തിക്കാൻ കഴിയില്ല. ഇനിയും കർമ്മജനകമായ നേതൃത്വം യോഗത്തിന് ഉണ്ടാവുമെന്ന് തന്നെ നമുക്കെല്ലാവർക്കും അറിയാം. ആത്മാഭിമാനത്തോടെ തലയുയർത്തിപ്പിടിച്ച് നിൽക്കാൻ വേണ്ട ധൈര്യവും ആർജവും അംഗങ്ങൾക്ക് പകർന്നു കൊടുത്ത നേതൃസ്ഥാനമാണ് വെള്ളാപ്പള്ളിയിൽ. അതാണ് അദ്ദേഹത്തിൻ്റെ മറ്റൊരു പ്രത്യേകത. നേരത്തെ പറഞ്ഞതുപോലെ ആ നേതൃത്വത്തിൽ യോഗം വളർന്നു, ട്രസ്റ്റ് വളർന്നു. ആ വളർച്ച കൊണ്ട് തന്നെ അദ്ദേഹത്തിൻ്റെ നേതൃത്വ സിദ്ധി അളക്കാൻ നമുക്ക് കഴിയും. കേരളത്തിൻ്റെ സാമൂഹിക മുന്നേറ്റത്തിൽ പുരോഗമനപരവും നേതൃത്വപരവുമായ പങ്കുവഹിച്ചിട്ടുള്ള പ്രസ്ഥാനമാണ് SNDP. അത് കേവലം സാമുദായിക നവീകരണത്തിൽ മാത്രമായി ഒതുങ്ങി നിന്നില്ല. ശ്രീനാരായണ ഗുരു കേരളത്തിൻ്റെ സമഗ്രമായ വികസനം ലക്ഷ്യമിട്ടുകൊണ്ടുള്ള പ്രവർത്തനങ്ങൾക്കായിരുന്നു നേതൃത്വം കൊടുത്തത്. ഇന്ന് നമ്മുടെ കേരളം രാജ്യത്തെ മറ്റ് സംസ്ഥാനങ്ങളിൽ നിന്നെല്ലാം വ്യത്യസ്തമായി നിൽക്കുകയാണ്. ആരും സമ്മതിക്കുന്ന കാര്യമാണ്. രാജ്യത്തിൻ്റെ പല ഭാഗങ്ങളിൽ SNDP യോഗം ജനറൽ സെക്രട്ടറി വെള്ളാപ്പള്ളി നടേശനെ ആദരിക്കുന്ന ചടങ്ങ് 30 വർഷം അദ്ദേഹം യോഗത്തിന്റെ നേതൃത്വത്തിൽ പൂർത്തീകരിക്കുകയാണ്. ആ ചടങ്ങിലാണ് മുഖ്യമന്ത്രി പങ്കെടുക്കുന്നത്.